വിജയ് സർക്കാരിനെ താഴെയിറക്കാനുള്ള നീക്കത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് എം.കെ. സ്റ്റാലിൻ രംഗത്ത്. ഇപ്പോൾ സർക്കാർ നിലനിൽക്കുന്നത് DMK സഖ്യകക്ഷികളുടെ ഔദാര്യത്തിൽ മാത്രമാണ് എന്നതാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ എം.കെ. സ്റ്റാലിൻ വ്യക്തമാക്കുന്നത്. TVK സർക്കാരിനെ താഴെയിറക്കാനുള്ള ആഹ്വാനം പ്രവർത്തകരോട് ഇവിടെ ഒരു പ്രതിജ്ഞയെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടേറിയ ഒരു അധികാര പോരിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതും അല്ലെങ്കിൽ കണക്കാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി ജോസഫ് വിജയ് നയിക്കുന്ന TVK സർക്കാരിന്റെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പ്രവർത്തകർ ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കണമെന്നും DMK പ്രസിഡന്റ് ആകട്ടെ എം.കെ. സ്റ്റാലിൻ ഇത്തരമൊരു ആഹ്വാനം നടത്തിയിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് സ്റ്റാലിൻ ഈ രാഷ്ട്രീയ സന്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലെ സർക്കാരിനെതിരായ പോരാട്ടം ശക്തമാക്കണമെന്നും അടുത്ത രാഷ്ട്രീയ ലക്ഷ്യം TVK സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതായിരിക്കണം എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റാലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ തമിഴ്നാട്ടിലെ നിലവിലെ സഖ്യ രാഷ്ട്രീയമാണ് പ്രധാന കാരണം. DMK നേതൃത്വം നൽകിയ വിശാല സഖ്യത്തിലൂടെ തന്നെ നിയമസഭയിലേക്ക് എത്തിയ ചില പാർട്ടികളുടെ പിന്തുണയോടെയാണ് ജോസഫ് വിജയ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ രൂപം കൈക്കൊണ്ടത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ തന്നെ സർക്കാരിന്റെ നിലനിൽപ്പ് സഖ്യകക്ഷികളുടെ പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും രാഷ്ട്രീയ സാഹചര്യം മാറിയാൽ അധികാര സമവാക്യത്തിലും മാറ്റം സംഭവിക്കുമെന്നതാണ് DMK വിലയിരുത്തൽ. സ്റ്റാലിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് DMK അധികാരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന രാഷ്ട്രീയ ശക്തികളാണ് ഇന്ന് TVK സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് എന്നതാണ്. അതിനാൽ ഈ ഒരു പിന്തുണയുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യം പ്രവർത്തകർ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി തന്നെ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെയധികം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ടസ്മാക്സ് ഫണ്ട് വിവാദം, അതുപോലെ ഭരണപരമായ തീരുമാനങ്ങൾ, സഖ്യകക്ഷികളുടെ അതൃപ്തി തുടങ്ങിയ വിഷയങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി തന്നെ ഇവിടെ മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ സ്റ്റാലിന്റെ പുതിയൊരു ആഹ്വാനം പുറത്തു വരുന്നത്. ഇത് സാധാരണ രാഷ്ട്രീയ വിമർശനം എന്നതിലുപരിയായി തന്നെ സർക്കാരിനെതിരായ സംഘടിത രാഷ്ട്രീയ പ്രചരണത്തിന് തുടക്കമിടാനുള്ള ഒരു നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം TVK നേതൃത്വത്തിൽ അവിടെ നിന്നുകൊണ്ട് ഇന്ന് മറുപടി ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ സർക്കാർ ജനപ്രതിനിധിയിലൂടെ തന്നെ അധികാരത്തിലെത്തിയതാണ് എന്നും വികസന പ്രവർത്തനങ്ങളിലൂടെ ജനവിശ്വാസം നിലനിർത്തുമെന്നും ഭരണപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. തമിഴ്നാട്ടിലെ സഖ്യ രാഷ്ട്രീയം അടുത്ത മാസങ്ങളിൽ കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. സഖ്യകക്ഷികളുടെ നിലപാടുകളും നിയമസഭയിലെ ആ ഒരു സംഖ്യാബലവും എല്ലാം തന്നെ ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായി തന്നെ മാറും. TVK സർക്കാരിനെ താഴെ ഇറക്കാൻ പ്രവർത്തകർ പ്രതിജ്ഞ എടുക്കണമെന്നതായിരുന്നു എം.കെ. സ്റ്റാലിന്റെ ആഹ്വാനം. തമിഴ്നാട്ടിൽ ഭരണപക്ഷ പ്രതിപക്ഷ പോരാട്ടം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ദിനങ്ങൾ അതിനായി തന്നെയുള്ള വേദി ഒരുങ്ങുകയാണ്.